അങ്ങനെ വേവേനെ വളക്കാൻ വേണ്ടി കെഒയും ഗെയിമിംഗ് സ്റ്റാർട്ട് ചെയ്യാണ്. അവൻക്ക് വേവേനെ കണ്ടുപിടിക്കണം. പക്ഷെ ഒരുപാട് സെർവറുണ്ട്. അതിൽ അവൻ ഓരോന്നിലും കയറി വേവേ എന്ന് വിചാരിച്ച് എറിക്സിൻ്റെ പേര് തപ്പിപ്പിടിക്കുകയാണ്. അത് കണ്ടുവന്ന ഫ്രണ്ട്സ് പറയും, ഇതെന്താ നീയും തുടങ്ങിയോ ഈ പരിപാടി? കെഒ പറയും, തുടങ്ങേണ്ടി വന്ന്. ഇതിൽ കുറേ സെർവറുണ്ട്, ഓരോന്നെടുത്ത് പരിശോധിക്കണം. അപ്പോഴാണ് ഫ്രണ്ടിന് മനസ്സിലായത്, ഓ നമ്മുടെ വേവേയും ഈ ഗെയിം കളിക്കുന്നുണ്ടല്ലേ, പക്ഷെ അവളെ സെർവർ ഏതാണെന്ന് നിനക്കറിയില്ല. അതിൽ അവൻ പറയും, അതെ, പക്ഷെ ഞാനത് കണ്ടുപിടിക്കും. ഓക്കെ, എന്നാൽ നീ കണ്ടുപിടിച്ചോണ്ട് നിൽക്ക്, ഗുഡ് ലക്ക് എന്നും പറഞ്ഞ് ഫ്രണ്ട്സ് പോകും. എന്നാൽ ഏതിലായിരിക്കും അവൾ? അടുത്തതായി കാണിക്കുന്നത് ലൈബ്രറിയിൽ ഇരുന്ന് പഠിച്ചുകൊണ്ടിരിക്കുന്ന വേവേനെയാണ്. പെട്ടെന്നാണ് അവൾക്കൊരു കാര്യം ഓർമ്മയായത്. ഇന്നാണല്ലോ നെയ് ആ വീഡിയോ അയച്ചു തരും എന്ന് പറഞ്ഞ ദിവസം. അവൾ ലാപ്പ് തുറന്ന് ചെക്ക് ചെയ്യാണ്. ഓ, അവൻ അയച്ചിട്ടുണ്ട്. അങ്ങനെ അവൾ ആ വീഡിയോ കാണുന്നു. അവളത് കണ്ട് ആസ്വദിക്കുന്നത് നെയ് മറിഞ്ഞു നിന്ന് കാണുന്നുണ്ട്. പക്ഷേ വീഡിയോൻ്റെ അവസാനം എത്തിയപ്പോഴേക്കും അവൾ ആ വീഡിയോ കണ്ട് കരയാൻ തുടങ്ങും. ഭയങ്കര ഹാർട്ട് ടച്ചിങ് വീഡിയോ ആയിരുന്നു. നെയ് അത് കണ്ട് ചിരിക്കുകയാണ്. അതിൻ്റെ എൻഡിങ് കണ്ട് വേവേ പറയും, ഇതെന്താ, ഞങ്ങൾ സ്ക്രിപ്റ്റ് എഴുതിയത് വെള്ളക്കാരി മരിക്കുന്നു, മ്യൂസിഷ്യൻ അവളുടെ ഡെഡ് ബോഡിയും കൊണ്ട് കൊക്കയിലോട്ട് ചാടുന്നു, അതായിരുന്നല്ലോ. പക്ഷേ ഇതിൽ ഹാപ്പി എൻഡിങ് ആണ്. മ്യൂസിഷ്യനും കൊള്ളക്കാരിയും കൂടി ഡാൻസ് ചെയ്യുന്നു. പെട്ടെന്നാണ് അവൾ അത് കണ്ട് കരയാണെന്നുള്ള ബോധം അവൾക്ക് വന്നത്. അയ്യേ, ഞാൻ ഈ വീഡിയോ കണ്ട് കരയുന്നത് ആരെങ്കിലും കണ്ടാൽ പിന്നെ നാണക്കേടാകും എന്ന് വിചാരിച്ച് അവൾ കണ്ണീരൊക്കെ തുടച്ചു ഒന്ന് ഉഷാറാകും. എന്നിട്ട് നെയ്ഹയ്ക്ക് മെസ്സേജ് അയക്കും, വീഡിയോ കണ്ടു, നന്നായിട്ടുണ്ട്, എൻഡിങ്ങിൽ കുറച്ച് ചേഞ്ച് വരുത്തിയല്ലേ. വേവേ ടൈപ്പ് ചെയ്യുന്നത് കണ്ട് നെയ് തിരിച്ച് അവൻ്റെ ലാപ്പിൻ്റെ അടുത്ത് വന്ന് ഇരുന്ന് റീപ്ലൈ കൊടുക്കും. അതെ ചെയ്തു, ഇല്ലെങ്കിൽ ലെങ്ത്ത് കിട്ടൂല. അതിൽ അവൾ കുറച്ച് നിരാശയോടെ, ലെങ്ത്തോ? എത്ര ലെങ്ത് ആയാലും കുഴപ്പമില്ല എന്നാണല്ലോ. ആണ്, പക്ഷേ ഡീറ്റെയിൽസിൽ കൊടുത്തിട്ടുണ്ട് വീഡിയോ 30 മിനിറ്റ്സിനേക്കാളും കൂടുതൽ ഉണ്ടെങ്കിൽ ഡബിൾ റിവാർഡ് കിട്ടുമെന്ന്. ഏതായാലും നമ്മൾ ഇതിന് ഇറങ്ങി തിരിച്ചില്ലേ, എന്നാൽ പിന്നെ ലെങ്ത്തും കൂട്ടി മാക്സിമം റിവാർഡും വാങ്ങി കൂട്ടാൻ നോക്കാം. അതിൽ വേവേ വിചാരിക്കും, അപ്പോൾ ഇങ്ങനെയാണ് നെയ്ഹെ ഒന്നാമതായത്. ഏതൊരു കാര്യവും ഫുൾ ഡീറ്റെയിൽസും നോക്കി മാക്സിമം അതിനു വേണ്ടി ഹാർഡ് വർക്ക് ചെയ്യും. എന്നാലും ആ വീഡിയോൻ്റെ എൻഡിങ് കണ്ടിട്ട് എനിക്ക് തന്നെ സങ്കടം വന്നു. അത് വെറും ലെങ്ത്തിന് വേണ്ടി മാത്രമാണോ എന്നൊക്കെ വിചാരിച്ചു കൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് അവനോട് ചോദിക്കും, പുതിയ എൻഡിങ്ങിൻ്റെ ഐഡിയ എങ്ങനെ കിട്ടി? ഇത് പഴയതിനേക്കാളും നന്നായിട്ടുണ്ട്. അതിൽ അവൻ പറയും, പഴയത് തന്നെയാണ് നല്ലത്, പക്ഷേ അതിൽ ലെങ്ത്ത് കൂട്ടാൻ കുറേ ഫ്ലാഷ് ബാക്ക് ഭാഗങ്ങൾ ആഡ് ചെയ്യേണ്ടി വരും. അങ്ങനെ ചെയ്താൽ നന്നാവില്ല. അതിൽ അവൾ ചോദിക്കും, അപ്പോൾ എൻഡിങ് മാറ്റിയത് ഫ്ലാഷ് ബാക്ക് ആഡ് ചെയ്ത് ലെങ്ത്ത് കൂട്ടാനാണല്ലേ? എന്നാൽ വർക്ക് കംപ്ലീറ്റ് ആയെങ്കിൽ നമുക്കത് അപ്ലോഡ് ചെയ്യല്ലേ? നീ ചെയ്യേ, എനിക്കത് രജിസ്റ്റർ ചെയ്യാനൊന്നും വയ്യ, നീ ചെയ്തോ ബാക്കി. എന്നാൽ ശരി, ബാക്കി ഞാൻ ചെയ്തോളാം. അതിൽ അവൻ ലാപ്പും എടുത്ത് ബുക്ക് ഷെൽഫിൻ്റെ ഇടയിൽ പോയി ഇരിക്കും. അങ്ങനെ കുറച്ച് കഴിഞ്ഞ് വേവേ മെസ്സേജ് അയക്കും, ഞാൻ അപ്ലോഡ് ചെയ്തു, ഇപ്പോൾ അതിൽ നിറയെ കമൻസ് ഉണ്ട്, നീ അത് വായിച്ചോ? ഒരുപാട് പേര് ഇത് കണ്ട് കരഞ്ഞത്രേ. അവരെ കരയിപ്പിച്ചതിന് സ്ക്രിപ്റ്റ് റൈറ്ററെ വഴക്കു പറയുകയാണ്. നീയാണെങ്കിൽ എൻ്റെ പേരാണ് സ്ക്രിപ്റ്റ് റൈറ്ററായിട്ട് കൊടുത്തത്, അതുകൊണ്ട് നിനക്ക് വേണ്ടി ഞാനാണ് ആ തെറിയൊക്കെ വാങ്ങിച്ചത്. അതിൽ അവൻ പറയും, ഞാനൊന്നും വായിച്ചിട്ടില്ല, റിസൾട്ട് അറിഞ്ഞാൽ അറിയിക്ക്. ശരി, ഞാൻ അറിയിക്കാം. പിന്നെ അവൾ ചോദിക്കും, എന്തിനാകും മ്യൂസിഷ്യൻ കൊള്ളക്കാരിയെ കൊല്ലാൻ ശ്രമിച്ചത്? അതിന് ആ പാട്ട് നീയല്ലേ എഴുതിയത്, അത് നിനക്കല്ലേ അറിയൂ. ഞാൻ വെറുതെ നിൻ്റെ അഭിപ്രായം അറിയാൻ ചോദിച്ചതാ. നീയാണ് മ്യൂസിഷ്യനെങ്കിൽ നീ അവളെ കൊല്ലുമോ? അതിൽ അവൻ പറയും, അതിന് ഞാൻ അവനല്ലല്ലോ. പെട്ടെന്നാണ് അവൾക്ക് പരിസരബോധം ഉണ്ടായത്. അവൾ നോക്കുമ്പോൾ എല്ലാവരും ലൈബ്രറിയിൽ നിന്ന് പോയിട്ടുണ്ടാകും. എന്നിട്ട് അവനോട് പറയും, ഞാനൊരു ലൈബ്രറിയിലാണ് ഇരിക്കുന്നത്, എല്ലാവരും പോയി, ഞാനും പോകട്ടെ. അതിൽ അവൻ പറയും, നീ അല്ലാതെ അവിടെ ഒരാളും കൂടി ഇരിക്കുന്നുണ്ട്. അതിൽ അവൾ ചുറ്റും നോക്കുമ്പോൾ ഒരാൾ ബുക്ക് കൊടുക്കാൻ ലൈബ്രറിയൻ്റെ അടുത്തോട്ട് വരുന്നത് കാണും. ശരിയാ, ഒരാളും കൂടെ ഉണ്ട്. നിനക്കെങ്ങനെ മനസ്സിലായി? അത് ജസ്റ്റ് ഗസ്സിങ് ആയിരുന്നു. എന്തായാലും ശരിയായി. ഓക്കെ, എന്നാൽ ബൈ. അങ്ങനെ അവളും ബൈ പറഞ്ഞ് ലാപ്പൊക്കെ ഓഫാക്കി പോകും. അതെല്ലാം അവൻ അവിടെ ഇരുന്ന് കാണുന്നുണ്ട്. അങ്ങനെ ലൈബ്രറിയിൽ നിന്നും ഇറങ്ങി അവളെ പിന്നാലെ അവനും ഇറങ്ങി. അവൾ പോകുന്നതും നോക്കി നിൽക്കുകയാണ്. അങ്ങനെ വേവേ റൂമിലെത്തിയപ്പോൾ അവിടെ എറിക്സ് ഗെയിം കളിച്ചുകൊണ്ടിരിക്കുകയാണ്. നീ ഇപ്പോഴും ആ വില്ലേജിൽ തന്നെയാണോ? ഞാൻ കളിച്ച് ഒറ്റയടിക്ക് നിന്നെ ലെവൽ 30 എത്തിച്ച് തരട്ടെ? വേണ്ട, എനിക്കിവിടെയാണ് ഇഷ്ടം. എനിക്കാണ് ഈ വില്ലേജിൽ ഏറ്റവും കൂടുതൽ സ്കോർ ഉള്ളത്. അതുകൊണ്ട് തന്നെ എനിക്ക് ഇവിടെ നിന്ന് പോകാൻ തോന്നുന്നില്ല. പുറത്തിറങ്ങിയാൽ എന്നെപ്പോലെ ഒരാൾക്ക് വെരി ഡേഞ്ചറസ് ആണ്. ഇങ്ങോട്ട് നോക്ക്, ഈ വില്ലേജിൻ്റെ ഭംഗി, നല്ല പച്ചപ്പും പൂക്കളൊക്കെ ആയിട്ട്. എനിക്കിവിടെ നിന്നാൽ മതി. ഞാൻ പുതുതായി വരുന്ന കളിക്കാരുടെ ഇടയിൽ വലിയ സംഭവമായിട്ട് അങ്ങനെ നടന്നോളാം. പിന്നെ ഞാനാണ് ഇവിടുത്തെ മാസ്റ്ററും. ഞാൻ ഇപ്പോഴാണ് ഈ ഗെയിമിൻ്റെ രസം പിടിച്ചു വരുന്നത്. നീ പോയിക്കേ, എന്നെ ഡിസ്റ്റർബ് ചെയ്യല്ലേ. അങ്ങനെ വേവേനെ ഉന്തി പറഞ്ഞയക്കുകയാണ്. എറിക്സി വീണ്ടും ഗെയിം കളിക്കാൻ തുടങ്ങി. അങ്ങനെ ഗെയിമിലെ എറിക്സി വെറുതെ ചുറ്റിക്കറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു നിലവിളി ശബ്ദം കേട്ട് പോയി നോക്കും. അപ്പോൾ 2 മോൺസ്റ്ററും കൂടി ഒരുത്തനെ പഞ്ഞിക്കിടുകയാണ്. അത് നമ്മുടെ കെഒ ആണ് കേട്ടോ. അവൾ അവനെ രക്ഷപ്പെടുത്താൻ ശ്രമിക്കുമ്പോൾ മോൺസ്റ്റേഴ്സ് അവളെ അറ്റാക്ക് ചെയ്യാൻ വരുന്നത് കണ്ട് അവൾ ഓടി, വേവേ എന്നെ ഇതാ അവർ കൊല്ലുന്നേ, എന്നെ ഒന്ന് സഹായിക്കേ പ്ലീസ്. വേവേ ആണെങ്കിൽ അവളെ ഡ്രസ്സും അലക്കിക്കൊണ്ടിരിക്കുകയാണ്. എറിക്സ് വേഗം വന്ന് അവളെ കൈ പിടിച്ച് വലിച്ചിട്ട് പറയും, ഡ്രസ്സൊക്കെ അവിടെ കാത്തു നിന്നോളും, പക്ഷേ ഇത് ജീവിതം വെച്ചുള്ള കളിയാണ്, അവരിപ്പോൾ എന്നെ കൊല്ലും.
അതിൽ വേവേ പെട്ടെന്ന് സ്റ്റക്കായിക്കൊണ്ട് ചോദിക്കും, അതല്ല നീ ആ വില്ലേജിലെ ഫേമസും മാസ്റ്ററും ഒക്കെ അല്ലേ, നിനക്കൊക്കെ സഹായം വേണോ? വേവേ എനിക്കൊരു തെറ്റ് പറ്റിയതാണ്, അങ്ങനെയാണ് റിയൽ മാസ്റ്റർ, ഞാൻ വെറും ശിഷ്യ എന്നൊക്കെ പറഞ്ഞ് അവളെയും വലിച്ചു കൊണ്ടുപോയി ചെയറിലിരുത്തും. അങ്ങനെ വേവയാണ് ഇനി ആ ബാക്കി ഗെയിം കളിക്കുന്നത്. 2 മോൺസ്റ്ററിനെയും ഒരുമിച്ച് അങ്ങോട്ട് കൊല്ലും. അതിൽ എറിക്സ് താങ്ക്സ് ഒക്കെ പറഞ്ഞ് ബാക്കി എറിക്സ് കളിക്കാൻ തുടങ്ങും. വേവ ഡ്രസ്സ് അലക്കാനും പോകും. അങ്ങനെ ഗെയിമിലെ എറിക്സ് പോകുമ്പോൾ ഗെയിമിലെ കേവോ വന്നിട്ട് പറയും, എന്നെ രക്ഷിച്ചതിന് നന്ദി. അതിൽ അവൾ പറയും, ഈ ലോകത്ത് കഴിവിൻ്റെ കൂടെ ഉത്തരവാദിത്വം കൂടി വേണം, അതെൻ്റെ ഡ്യൂട്ടിയാണ് എന്നൊക്കെ വലിയ ഡയലോഗൊക്കെ പറഞ്ഞ ആളാവുകയാണ്. എന്നാൽ പിന്നെ കാണാം എന്ന് പറഞ്ഞ് അവൾ പോകാൻ നിൽക്കുമ്പോൾ അവൻ പറയും, ഞാൻ ഈ ഗെയിം എന്നെ ആദ്യമായിട്ടാണ്, നിനക്ക് മനസ്സിലായില്ലേ ഞാൻ എത്രത്തോളം വീക്കാണെന്ന്, നീ ഭയങ്കര സംഭവമാണ് കേട്ടോ, നിങ്ങൾക്ക് വിരോധമില്ലെങ്കിൽ ഞാൻ നിങ്ങളുടെ കൂടെ നിന്ന് ഈ കളി പഠിച്ചോട്ടെ. അതിൽ അവൾ വിചാരിക്കും, ഇതേതാ പൊട്ടൻ, എന്നെക്കാളും വലിയ പൊട്ടനോ, ഏതായാലും എല്ലാവരുടെയും ഇടയിൽ എനിക്ക് ഒരു ആളുണ്ടാകുന്നത് നല്ലതാ, എന്നിട്ട് അവനെയും കൂടെ കൂട്ടും. അതൊക്കെ കഴിഞ്ഞ് വേവയും ഫ്രണ്ട്സും കൂടെ കോളേജിലോട്ട് പോവുകയാണ്. അതിൽ വേവേ ഫോൺ നോക്കി സ്റ്റക്കായി നിൽക്കുന്നത് കണ്ട് ഫ്രണ്ട് പറയും, വേവേ ഫോൺ നോക്കിക്കഴിഞ്ഞോ, ഇങ്ങനെ നടന്നുകൊണ്ട് ഫോൺ നോക്കുന്നത് കണ്ണിന് കേടാണെന്ന് നിനക്കറിയില്ലേ? അതൊക്കെ പോട്ടെ, നീ എന്നാ പുതിയ ഫോൺ വാങ്ങിക്കുന്നത്? ഇപ്പോഴൊന്നും വാങ്ങാൻ പറ്റുമെന്ന് തോന്നുന്നില്ല, എൻ്റെ അടുത്ത് ക്യാഷ് ഇല്ല, തൽക്കാലം ഒരു ജോലി കിട്ടട്ടെ, ബാക്കി പിന്നെ പറയാൻ പറ്റുള്ളൂ. നീ എന്താ ഈ കാര്യമായിട്ട് നോക്കിക്കൊണ്ട് നിൽക്കുന്നത്? ഞാനും എൻ്റെ ഫ്രണ്ടും കൂടെ ഒരു വീഡിയോ ഉണ്ടാക്കി കോൺടെസ്റ്റിൽ പങ്കെടുത്തിട്ടുണ്ട്, അതിൻ്റെ വോട്ടിംഗ് റിസൾട്ട് നോക്കുകയാണ്. ഇത് നോക്ക്, ഞങ്ങൾക്കാണ് ഏറ്റവും കൂടുതൽ വോട്ട്. ഈ പോക്ക് പോവുകയാണെങ്കിൽ ഈ കോൺടെസ്റ്റിലെ വിന്നർ ഞങ്ങൾ തന്നെ ആയിരിക്കും. അങ്ങനെ ഫോൺ തിരിച്ചു കൊടുത്ത് അവർ പോകും. വേവേ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ നീനി, അവളുടെ ഗെയിമിലെ ഫ്രണ്ടാണ് കേട്ടോ, വന്നിട്ട് പറയും, വേവേ എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട്, നീ തിരക്കിലാണോ? അല്ല, ഞാൻ എൻ്റെ ഡെയിലി ടാസ്ക് ചെയ്യുകയാണ്, നീ പറഞ്ഞോളൂ. നിനക്ക് ആരെങ്കിലും ഒരു വലിയ എമൗണ്ട് ക്യാഷ് തന്നാൽ നീ ആ കോൺടെസ്റ്റിൽ നിന്ന് പിന്മാറുമോ? ആ ആൾ നമ്മുടെ ഷെൻഷയാണോ? നിൻ്റെ ഗസ്സിങ് ശരിയാണ്. അത് ഗസ്സിങ് ഒന്നുമല്ല, എനിക്ക് ഉറപ്പാണ്. ഞാൻ അതിൽ നിന്ന് പിന്മാറി ആർക്കാ അതിൻ്റെ ഗുണം എന്ന് നോക്കിയാൽ മാത്രം മതി. ഇതിൻ്റെ പ്രൈസ് 7 കളറിലുള്ള കപ്പിൾ ഡ്രസ്സ് അല്ലേ? അത് യോയോക്ക് ഒരു കണ്ണുണ്ട്, ഷെൻഷയാണെങ്കിൽ അത് നേടിക്കൊടുക്കാം എന്ന് വാക്കും കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് അവൻ എന്നോട് ഈ കാര്യം നിന്നോട് ചോദിക്കാൻ വേണ്ടി ഏൽപ്പിച്ചത്. നിന്റെ അടുത്ത് വന്ന് നേരിട്ട് ചോദിക്കാൻ അവൻക്ക് മടി. എന്നാൽ അവൻ എനിക്കൊരു 1-2 ലക്ഷമൊക്കെ തരികയാണെങ്കിൽ ഞാൻ ഇതിൽ നിന്ന് പിന്മാറിക്കോളാം എന്ന് പറഞ്ഞേക്ക്. 1-2 ലക്ഷമോ? അത്ര അധികം ക്യാഷ് തരാനൊന്നും ചാൻസ് ഇല്ല. അവന് മാക്സിമം പോയ ഒരു 10,000 രൂപ തരും. എന്നാൽ പറ്റില്ല എന്ന് പറഞ്ഞേക്ക്. വേവേ, ഞാൻ ഒരിക്കലും അവനെ സഹായിക്കാനൊന്നും പോകില്ലായിരുന്നു, പക്ഷേ അവന് യോയോയും ട്രൂ ലവ് ആണെന്ന് എനിക്ക് തോന്നി. നീ അറിഞ്ഞിരുന്നോ? അവർ ശരിക്കും പരസ്പരം കണ്ടു. ഇപ്പോൾ റിയൽ ലൈഫിലും കപ്പിളാണ്. അവർ രണ്ടുപേരും ഈ ക്യാപിറ്റൽ സിറ്റിയിലുള്ളവരും. നീയുമല്ലേ? നമ്മുടെ സെർവറിലുള്ള എല്ലാവരും ക്യാപിറ്റൽ സിറ്റിയിലുള്ളവരാണ്. അത് കേട്ട് വേവേ മനസ്സിലാക്കും. അപ്പോൾ നെയ്ഹയും ടീമും ഈ ക്യാപിറ്റൽ സിറ്റിയിൽ ഏതോ ഒരു കോളേജിലാണ് പഠിക്കുന്നത്. അതിൽ അവൾ പറയും, ഞാനും ഈ സിറ്റിയിലുള്ളതാ, ഫ്രീ ആകുമ്പോൾ നമുക്കൊന്ന് നേരിട്ട് കാണാം. പിന്നെ ഉണ്ടല്ലോ, ഷെൻഷെ നല്ല ഹാൻഡ്സമാണ്, എൻ്റെ കയ്യിൽ അവരുടെ ഫോട്ടോ ഉണ്ട്, നിനക്ക് കാണണോ? അതിൽ വേവേ പറയും, എനിക്ക് കാണണമെന്നില്ല. പിന്നെ വേവേ, നെയ്ഹേനെ നീ കണ്ടോ? അവൻ എങ്ങനെയുണ്ട് കാണാൻ, പറ. അതിൽ അവൾ പറയും, ഞാൻ കണ്ടിട്ടൊന്നുമില്ല, പിന്നെ എനിക്ക് പോകാൻ കുറച്ച് തിരക്കുണ്ട്, 5 മണിക്ക് ഒരു മോൺസ്റ്ററിനെ കൊല്ലാനുള്ള പ്ലാനുണ്ട്. ഓക്കെ ബൈ. അങ്ങനെ അവർ പോകും. അടുത്തതായി വേവയും നെയ്ഹയും കാട്ടിലൂടെ നടക്കുകയാണ്. അപ്പോൾ വേവ ചോദിക്കും, നീയും നിന്റെ ടീമും ക്യാപിറ്റൽ സിറ്റിയിലെ കോളേജിലാണോ പഠിക്കുന്നത്? അവൻ അതെ എന്ന് പറയും. അങ്ങനെ അവർ വീണ്ടും നടക്കുകയാണ്. അപ്പോഴാണ് കുറച്ച് മോൺസ്റ്റേഴ്സിനെ കാണുന്നത്. വേവെ അതിനെ കൊല്ലാൻ വേണ്ടി പോകും. അതിൽ നെയ്ഹ അവൻ്റെ ഇൻസ്ട്രുമെൻറ്റും വായിച്ചു കൊണ്ടിരിക്കുന്നത് കണ്ട് ഫ്രണ്ട്സ് വന്ന് ചോദിക്കും, നിനക്ക് നാണമില്ലേ നിൻ്റെ വൈഫിനെ ഫൈറ്റിന് വിട്ടിട്ട് അതിൽ കിട്ടുന്ന റിവാർഡും ഫ്രീ ആയി വാങ്ങിയെടുക്കാൻ? അതിൽ അവൻ പറയും, നിങ്ങൾക്കതിന് നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യാനും റിവാർഡ് വാങ്ങിത്തരാനും വൈഫില്ലാത്തതിൻ്റെ അസൂയാണ്. അത് കേട്ട് ദേഷ്യം വന്ന ഫ്രണ്ട്സ് പറയും, കൊടുക്കടാ അവൻ കിട്ടുന്ന്. അങ്ങനെ ഫ്രണ്ട്സും നെയ്ഹയും തമ്മിൽ ഫൈറ്റ് ഇവിടെ വേറെ നടക്കുന്നുണ്ട്. വലിയ കാര്യത്തിൽ അടിക്കാൻ പോയ ആൾക്കാർക്ക് തന്നെ നന്നായി അടി കിട്ടി വീഴും. മോൺസ്റ്ററുമായുള്ള യുദ്ധം കഴിഞ്ഞ് വരുന്ന വേവ് അറിയാതെ ഫ്രണ്ടിൻ്റെ കയ്യിൽ ചവിട്ടും. അതിൽ അവൻ പറയും, നിങ്ങൾക്ക് ഇനിയും മതിയായില്ലേ, ഇനി കുഴിയിലോട്ട് ചവിട്ടി താഴ്ത്താണോ വേണ്ടത്? ഞാൻ നിങ്ങളെ കണ്ടിട്ടില്ല ഗൈസ്, നിങ്ങളെന്താ തറയിൽ കിടക്കുന്നത്? ഞങ്ങളെ ഉപദ്രവിച്ചത് നീ കണ്ടില്ല എന്ന് പറഞ്ഞാൽ ഞങ്ങൾ വിശ്വസിക്കില്ല. എന്നാൽ എനിക്കെന്തോ ചില കാര്യങ്ങൾ മാത്രം കാണാൻ പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞ് അവൾ കളിയാക്കാണ്. അങ്ങനെ അവർ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ വീഡിയോ കോൺടെസ്റ്റിൻ്റെ വിന്നറിനെ അനൗൺസ് ചെയ്യും. അത് വേവയും നെയ്ഹയും തന്നെയാണ്. അങ്ങനെ അവർക്കുള്ള റിവാർഡ് കിട്ടി. വേവെ അത് തുറന്ന് ആ ഡ്രസ്സ് ധരിക്കും. നെയ്ഹയും ആ ഡ്രസ്സ് ഇടും. ഫ്രണ്ട്സ് പറയും, 7 കളേഴ്സ് ഉണ്ടെന്നാണല്ലോ പറഞ്ഞത്, ഒന്ന് നോക്കട്ടെ. അതിൽ നെയ്ഹയെ അത് 7 ഡിഫറെൻറ്റ് കളേഴ്സാക്കി കാണിച്ചു കൊടുക്കും. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് വേവെ പറയും, എന്നാൽ നിങ്ങൾ കളിച്ചോ, എനിക്ക് കുറച്ച് പഠിക്കാനുണ്ട് എന്നും പറഞ്ഞ് അവൾ പോകും. അങ്ങനെ അവൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവൾ ചിന്തിക്കുകയാണ്, ഇൻ കേസ് നെയ്ഹ എന്നോട് ഫോട്ടോ ചോദിച്ചാൽ ഞാൻ കൊടുക്കണോ? കൊടുക്കാമല്ലേ. ഇനി നേരിട്ട് കാണണമെന്ന് പറഞ്ഞാലോ?
അതും ചെയ്യാലേ. പക്ഷെ നെയ്ഹൻ്റെ സ്വഭാവം മനസ്സിലാക്കിയെടുത്തോളം അവൻ അങ്ങനെ ഒരു ഫോട്ടോ ചോദിക്കുന്ന ടൈപ്പല്ല. ഒറ്റയ്ക്ക് കാണാനും പറയില്ല. പക്ഷെ ഞങ്ങൾ കണ്ടില്ലെങ്കിൽ പെട്ടെന്ന് ഗെയിം എങ്ങാനും നിർത്തിയാൽ ഞങ്ങൾ ഒരിക്കലും കാണാൻ ചാൻസ് ഇല്ല. അങ്ങനെയൊക്കെ ആലോചിച്ച് അവൾ അങ്ങനെ ഇരിക്കുകയാണ്. നെയ്ൻ്റെ ഫ്രണ്ട്സ് ആണെങ്കിൽ നെയ് റൂമിലോട്ട് വന്നത് പ്രമാണിച്ച് മൂക്കിൽ പഞ്ഞിയൊക്കെ വെച്ച് സോക്സൊക്കെ അലക്കുകയാണ്. ഒരു ടീമാണെങ്കിൽ റൂമും ക്ലീൻ ആക്കുന്നുണ്ട്. അതിൽ ലിങ്ങിൻ്റെ ബോയ് ഫ്രണ്ട് വന്ന് ഇതൊക്കെ കണ്ട് അത്ഭുതത്തിൽ ചോദിക്കും, നെയ് നീ എങ്ങനെയാണ് ഇവരെ കൊണ്ട് ഇതൊക്കെ ചെയ്യിപ്പിക്കുന്നത്? ഞാൻ ചെയ്യിപ്പിച്ചതൊന്നുമല്ല, അവർക്ക് തന്നെ തോന്നിക്കാണും ഇനിയൊന്ന് ക്ലീൻ ചെയ്യാമെന്ന്. അതിൽ ബോയ് ഫ്രണ്ട് പറയും, എനിക്കും ഇത് കണ്ടിട്ട് എൻ്റെ റൂം ഒന്ന് ക്ലീൻ ചെയ്യാൻ തോന്നുന്നു എന്നും പറഞ്ഞ് അവൻ പോകും. അങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഫ്രണ്ടിന് ഒരു കോൾ വരും. അതിൽ അവൻ അത് അറ്റൻഡ് ചെയ്തിട്ട് പറയും, ഏതോ ഒരു പെണ്ണാണെന്നും പറഞ്ഞ് ആരുടെയും ശല്യമില്ലാത്ത ഒരിടത്തോട്ട് പോകും. ബാക്കി 2 ഫ്രണ്ട്സും കൂടി അത് ഒളിഞ്ഞു കേൾക്കുന്നുണ്ട്. ഹലോ, നിങ്ങൾ ആരാണ്? അതിൽ അവൾ പറയും, ഞാൻ ഷെനി ടെക്കിലെ ഗെയിം ഡെവലപ്മെൻറ്റ് ഡിവിഷനിൽ നിന്നാണ് വിളിക്കുന്നത്. ഞാൻ മിസ്റ്റർ ലീൻ്റെ സെക്രട്ടറിയാണ്. അന്ന് നിങ്ങൾ കമ്പനിയിൽ നിന്ന് പോയ ശേഷം നിന്നെപ്പറ്റി മാത്രമാണ് മിസ്റ്റർ ലീ സംസാരിച്ചത്. നമുക്കൊന്ന് മീറ്റ് ചെയ്താലോ? മിസ്റ്റർ ലീ നിന്നെ ഡിന്നറിന് ക്ഷണിച്ചിട്ടുണ്ട്. നിന്നെ മാത്രം. ഞാൻ മാത്രമോ? ഞാൻ ഇപ്പോൾ കുറച്ച് തിരക്കിലാണ്, ഞാൻ അങ്ങോട്ട് തിരിച്ച് വിളിച്ചോളാം എന്നും പറഞ്ഞ് അവൻ കട്ട് ചെയ്യും. എന്നിട്ട് നെയ്നോട് പറയും, നമ്മൾ അന്ന് ഷെനി ടെക്കിലോട്ട് പോയപ്പോൾ ഒരു മിസ്റ്റർ ലീനെ കണ്ടത് ഓർമ്മയില്ലേ? എന്തേ അവൻ നിന്നെ മാത്രം ഡിന്നറിന് വിളിച്ചിട്ടുണ്ടാകുമല്ലേ? അത് കേട്ട് ഫ്രണ്ട് പറയും, നീ വല്ല മന്ത്രവാദിയുമാണോ? അതെങ്ങനെ നിനക്ക് മനസ്സിലായി? അതിൽ മറ്റേ ഫ്രണ്ട് ചോദിക്കും, നിന്നെ മാത്രമോ? അതെ, അവർ അത് പ്രത്യേകം എടുത്തു പറഞ്ഞു, നിന്നെ മാത്രം. പിന്നെ നിങ്ങളോട് ആരോടും പറയരുതെന്നും പറഞ്ഞു. അത് കേട്ട് ഫ്രണ്ട് പറയും, അവർ നമ്മളെ പിരിക്കാൻ ശ്രമിക്കുകയാണോ? അവർ ഇതിനു മുമ്പും ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. കുറച്ചു വർഷം മുമ്പ് അവർ ഒരു മൊബൈൽ കാർഡ് ഗെയിം ഇറക്കിയിരുന്നു. നല്ല ട്രെൻഡിങ് ആയ ഒരു ഗെയിമായിരുന്നു അത്. ആക്ച്വലി ആ ഗെയിം ഉണ്ടാക്കിയത് ഒരു ചെറിയ കമ്പനിയാണ്. ജെനി ടെക്കിന് അവരുമായി ഒരു ഡീലിലെത്തി അത് ക്യാഷ് കൊടുത്ത് വാങ്ങാൻ പറ്റിയില്ല, നമ്മളെപ്പോലെ തന്നെ. അതിൽ ആ കമ്പനിയിൽ പോയി ഓരോരുത്തരായി സ്വകാര്യമായി വിളിച്ച് വലിയ ഒരു എമൗണ്ട് ഓഫർ ചെയ്ത് അവരെ പരസ്പരം വേർപ്പെടുത്തി. അവസാനം ആ ഗെയിം സെനി ടെക്ക് പുറത്തിറക്കി. ആ പ്ലാനാണ് അവർ ഇവിടെ നടത്താൻ ശ്രമിക്കുന്നത്. അത് കേട്ട് ഫ്രണ്ട് പറയും, നമ്മളെല്ലാവരും ഇനി സൂക്ഷിക്കണം. അവർ പണം, പെണ്ണ്, വീട്, കാറ് എന്നൊക്കെ പറഞ്ഞ് നമ്മളെ ഓരോരുത്തരെയും അടുത്തോട്ട് വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നെയ് പറയുന്നത് വരെ നമ്മൾ അതിലൊന്നും പോയി ചാടരുത്. അതൊക്കെ പോട്ടെ, നിന്റെ നമ്പർ അവർക്ക് എങ്ങനെ കിട്ടി? ശരിയാണല്ലോ, ഞാൻ ആർക്കും എൻ്റെ നമ്പർ കൊടുത്തിട്ടില്ല. എന്തായാലും അവർ നല്ലോണം പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. ഞാൻ ഏതായാലും ഫോണിൽ ഒരു തീരുമാനം പറഞ്ഞിട്ടില്ല. ഇനിയും അവർ വിളിക്കും, അപ്പോൾ അതിനുള്ള മറുപടി ഞാൻ കൊടുക്കും. അതൊക്കെ നമുക്ക് അപ്പോൾ തീരുമാനിക്കാം. ഇപ്പോൾ നമുക്ക് ഫുഡ് കഴിക്കാൻ പോയാലോ? ഓക്കെ. നെയ്ൻ്റെ കൂടെയാണോ ഫുഡ് കഴിക്കാൻ പോകുന്നത്? എന്നാൽ ഞാൻ ഡ്രസ്സൊക്കെ മാറി സുന്ദരനായിട്ട് വരാം. ഒരുപാട് ഗേൾസ് ചുറ്റും കൂടാൻ നല്ല ചാൻസ് ഉണ്ട്. എന്നാൽ ഞങ്ങളും ഡ്രസ്സ് മാറട്ടെ എന്നും പറഞ്ഞ് അവർ റെഡിയാവുകയാണ്. അങ്ങനെ അവർ ക്യാൻറ്റീനിലോട്ട് എത്തി. നെയ് എത്തിയതും പെൺപിള്ളേരെല്ലാവരും കൂടെ കൂട്ടം കൂടി ഫോട്ടോ എടുപ്പ് തുടങ്ങി. അതിൽ വേവേ ക്യൂയിൽ നിൽക്കുന്നത് അവൻ കണ്ട് അവനും അതിൻ്റെ അടുത്തുള്ള ലൈനിൽ പോയി നിൽക്കും. അവൻ അവിടെ വന്ന് നിന്നതും എല്ലാവരും പിറകിലോട്ട് നോക്കുകയാണ്. അതിൽ നമ്മുടെ എറിക്സി എന്താ സംഭവം എന്ന് വിചാരിച്ച് നോക്കുകയാണ്. നോക്കടി നെയ് ആ ലൈനിൽ എന്ന് പറഞ്ഞ് വേവേക്ക് കാണിച്ചു കൊടുക്കും. അതിൽ വേവേ നെയ്നെ കണ്ടിട്ട് കാണാത്ത പോലെ പമ്മി നിന്നിട്ട് പറയും, ഞാൻ കണ്ട്. അവൻ ക്യാൻറ്റീനിലോട്ടൊക്കെ വരാൻ തുടങ്ങിയോ? ഓ, അവൻ്റെ കൂടെ ഇത്ര അടുത്തെങ്കിലും നിൽക്കാൻ പറ്റിയത് ഭയങ്കര ഭാഗ്യം തന്നെ. അതിൽ വേവേ പറയും, നമുക്കൊരു കാര്യം ചെയ്യാം. അവൻ എന്ത് ഫുഡാണോ വാങ്ങുന്നത് അത് തന്നെ നമ്മളും വാങ്ങുന്നു. ഓക്കെ എന്നും പറഞ്ഞ് എറിക്സി അവൻ്റെ ഫോട്ടോ എടുക്കാൻ നോക്കും. അതിൽ അവൻ അവളെ നോക്കുന്നത് കണ്ട് എറിക്സി അവർ തമ്മിൽ സെൽഫി എടുക്കുന്നത് പോലെ ആക്ട് ചെയ്യും. എന്നിട്ട് വേവേനോട് പറയും, നീ പറഞ്ഞത് പറ്റുമെന്ന് തോന്നുന്നില്ല. അവൻ നമ്മളെയും പുറകിലാണ്. നമ്മളാണ് ആദ്യം എത്തുക. അപ്പോൾ അവൻ്റെ ഫുഡ് നമുക്ക് എന്താന്ന് പോലും കാണാൻ പറ്റില്ല. അതിന് പകരം അവനും നമ്മൾ ഒരു ടേബിളിലാവണമേ എന്ന് പ്രാർത്ഥിച്ചാലോ? അതിൽ വേവേ പറയും, അതിനൊക്കെ ഭയങ്കര ലക്ക് തന്നെ വേണം. അതൊന്നും ഒരിക്കലും കിട്ടില്ല. അങ്ങനെ ലൈനിൽ അവരവിടെ എത്തി. എറിക്സി പറയും, ഏകദേശം നമ്മൾ ഒരുമിച്ച് എത്തി. നീ ഇനി കുറച്ച് സ്ലോ ആക്. അതിൽ വേവേ സ്ലോ ആയിക്കൊണ്ട് പ്ലേറ്റ് എടുക്കാണ്. അങ്ങനെ അവസാനം അവർ ഒരുമിച്ചായി. അതിൽ കൗണ്ടറിൽ നിന്ന് എന്താ കഴിക്കാൻ വേണ്ടതെന്ന് ചോദിക്കുന്നു. അതിൽ എറിക്സിയും അവനും ഒരുമിച്ച് ഒരേ ഐറ്റത്തിൻ്റെ പേര് പറയും. അതിൽ കൗണ്ടറിൽ നിന്ന് പറയും, ഇതാകെ ഒരാൾക്ക് തരാനുള്ളൂ, എന്താ ചെയ്യേണ്ടത്? എന്നാൽ എനിക്ക് വേണ്ട, എനിക്ക് വേറെ എന്തെങ്കിലും മതി, അത് അവൾക്ക് കൊടുത്തേക്ക്. എനിക്കും വേണമെന്നില്ല, കുഴപ്പമില്ല. അങ്ങനെ സ്റ്റക്കായിക്കൊണ്ടിരിക്കുമ്പോൾ ഫ്രണ്ട് വന്ന് പറയും, എന്നാൽ എനിക്ക് വേണം എന്നും പറഞ്ഞ് അവൻ വാങ്ങിക്കും. അവൻക്ക് ഒരുപാട് ക്വാണ്ടിറ്റിയിൽ കിട്ടുകയും ചെയ്യും. അങ്ങനെ അവർ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ ഫ്രണ്ട് പറയും, അതാരാടാ നമുക്ക് ഫുഡ് എടുത്ത് തന്നവൻ? അവൻ ആൾ കൊള്ളാമല്ലോ. ഇങ്ങോട്ട് നോക്കി എൻ്റെ പ്ലേറ്റിലോട്ട് വാരിക്കോരി ഇട്ട് തന്നിട്ടുണ്ട്. ഇത് ചീറ്റിംഗ് ആണ് കേട്ടോ. എൻ്റെ പ്ലേറ്റ് നോക്ക്, ഒരു ഇറച്ചി കഷ്ണം പോലും ഇല്ല, എൻ്റേതിലുമില്ല. അതിൽ അവന് വലിയ ഡയലോഗൊക്കെ പറയുന്നത് കേട്ട് ദേഷ്യം പിടിച്ച ഫ്രണ്ട് പറയും, നിന്റെ കുട്ടിത്തവും പുഷ്ടിക്കാത്ത ബോഡിയൊക്കെ കണ്ടിട്ട് പാവം തോന്നി തന്നതാകും, വല്ലതും കഴിച്ച് നന്നായിക്കോട്ടെ എന്ന് വിചാരിച്ച് എന്നും പറഞ്ഞ് അവർ വഴക്കു കൂടിയാണ്. അതിൽ മറ്റേ ഫ്രണ്ട് പറയും, മതി, ഒന്ന് നിർത്തി, ഞങ്ങളൊക്കെ ഒന്ന് ഫുഡ് കഴിച്ചോട്ടെ. അല്ല, നമ്മൾ ഇതുവരെ ഈ ക്യാൻറ്റീനിലോട്ട് വന്നിട്ടില്ല. ഹോസ്റ്റലിനടുത്ത് നിന്ന് ഇത്രയും ദൂരമുള്ള ഈ ക്യാൻറ്റീനിലോട്ട് തന്നെ നീ എന്തിനാ ഞങ്ങളെ കൊടുന്നത് നെയ്? അതിൽ അവൻ പറയും, വെറുതെ ജസ്റ്റ് ഇവിടുത്തെ ഒന്ന് ടേസ്റ്റ് അറിയാമല്ലോ. എന്നാൽ എനിക്ക് ഈ ക്യാൻറ്റീൻ ഇഷ്ടപ്പെട്ടു. എന്നും ഇനി നമുക്ക് ഇവിടുന്ന് കഴിച്ചാൽ മതി കേട്ടോ.
എറിക്സി ആണെങ്കിൽ നെയ്നെ നല്ല പോലെ കാണാൻ പറ്റുന്ന ഒരിടത്ത് തന്നെ സീറ്റ് പിടിച്ചിട്ടുണ്ട്. അതിൽ എറിക്സി പറയും, നമുക്ക് അവൻ കഴിക്കുന്ന ഫുഡ് കിട്ടിയില്ല, പക്ഷെ ഞാൻ അവന് കുടിക്കുന്ന ഡ്രിങ്ക് അതേ രീതിയിൽ തന്നെ കുടിക്കും എന്ന് പറഞ്ഞ് അവനെ ഇമിറ്റേറ്റ് ചെയ്യാണ്. എന്നാൽ എനിക്ക് നെയ്നെ കാണുമ്പോൾ എന്തോ ഒരു കുറ്റബോധം പോലെയാണ്. എന്ത് കുറ്റബോധം? അതിൽ അവൾ മനസ്സിൽ വിചാരിക്കും, അന്ന് കേവോനോട് പറഞ്ഞ കാര്യം. പിന്നെ ഈ ഇടയായി എപ്പോഴും നെയ്ൻ്റെ മുന്നിൽ വന്ന് പെടുന്നുമുണ്ട്. അങ്ങനെ അവൾ അങ്ങനെ ആലോചിക്കുന്നത് കണ്ട് എറിക്സി ചോദിക്കും, പറ, എന്ത് കുറ്റബോധം? അതൊന്നുമില്ല, വാ നമുക്ക് പോകാം. എനിക്കിന്ന് രാത്രി ഗെയിമിൽ ബാറ്റിൽ ചാമ്പ്യൻഷിപ്പിൻ്റെ രജിസ്ട്രേഷനൊക്കെ തുടങ്ങും. അതിനു മുമ്പ് പഠിക്കാനുള്ളതൊക്കെ പഠിച്ചു തീർക്കണം. അവളാണെങ്കിൽ നെയ്നെ നോക്കി നിൽക്കുന്നത് കണ്ട് വേവേ അവളെ തട്ടിക്കൊണ്ട് പറയും, മതി നോക്കിയത്, വാ, എനിക്ക് നേരം വൈകുന്നു, പോകാം. വേവേ അവളുടെ പഠിത്തവും ഗെയിമിലെ മാച്ചും ഒരുമിച്ച് കൊണ്ടുപോകാനുള്ള ടൈം ടേബിൾ റെഡിയാക്കാണ്. അത് കഴിഞ്ഞ ശേഷം അവൾ നെയ്യക്ക് മെസ്സേജ് അയക്കും, എൻ്റെ ഷെഡ്യൂൾ റെഡി ആയിട്ടുണ്ട്, നിൻ്റെതോ? എൻ്റേത് കുഴപ്പമില്ല, മാച്ചുള്ള തലേ ദിവസം നീ എന്നെ ഒന്ന് ഓർമ്മിപ്പിച്ചാൽ മതി. ഓക്കെ, എന്നാൽ ഞാൻ ഇനി മുതൽ നിൻ്റെ കലണ്ടർ ആവാം. നെയ്ൻ്റെ അടുത്തോട്ട് ഫ്രണ്ട് വന്ന് പറയും, നെയ്, ഗെയിമിൽ ബാറ്റിൽ ചാമ്പ്യൻഷിപ്പ് തുടങ്ങാണ്. എല്ലാ സെർവറിലുള്ള എല്ലാ മാസ്റ്റർ പ്ലേയേഴ്സും കൂടിയുള്ള ഒരു വലിയ കോമ്പറ്റീഷനാണ്. അതുകൊണ്ട് നീ എന്നെ നന്നായി ഒന്ന് ട്രെയിൻ ചെയ്ത് തരണം. അതിൽ മറ്റേ ഫ്രണ്ട് പറയും, അതിൽ നമ്മൾ ഓപ്പോസിറ്റ് ടീം പോലെ വിചാരിച്ച് കളിച്ച് പ്രാക്ടീസ് ചെയ്താൽ മതി. അത് കേട്ട് നെയ് പറയും, അതിന് ഞങ്ങൾ ഓൾറെഡി ഒരു കപ്പിളുണ്ട്, ഇനി നിങ്ങളും ഒരു കപ്പിളാകണം. ഓക്കെ, നിങ്ങളിൽ ആരാ പെണ്ണ്, ആരാ ആണ്? അതിൽ അവർ രണ്ടുപേരും നേർക്കുനേർ നിന്ന് ഒരുമിച്ച് പറയും, ഞാനാണ് ആൺ. അങ്ങനെ എപ്പിസോഡ് 6 ഇവിടെ അവസാനിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക. എന്തെങ്കിലുമൊക്കെ അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്ത് അറിയിക്കുക. ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.